സൂറത്ത് ഫാത്തിറിലെ 35-ാമത്തെ സൂറത്ത്, അതിലെ 3-ാമത്തെ ആയത്താണ് മുഖദ്ദിമയിൽ ഓതി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെയാണ് അഭിസംബോധന ചെയ്തിട്ട് പറയുന്നത്. യാ അയ്യുഹന്നാസ്, അലയോ മനുഷ്യരെ, ഇദ്കുറൂ നിഅ്മത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങളുടെ മേൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങളൊക്കെ ഓർക്കൂ. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ആരാണ് സൃഷ്ടാവായിട്ടുള്ളത്? യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ലോകത്ത് നിങ്ങൾക്ക് റിസ്ക് നൽകുന്ന ജീവന ഉപാധി, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ജീവന ഉപാധികളും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അള്ളാഹു അല്ലാതെ ആരാണ് വേറെ നിങ്ങൾക്കിത് ചെയ്തു തന്നിട്ടുള്ളത്? ലാ ഇലാഹ ഇല്ലാ ഹുവ, അത് ചെയ്തു തന്നിട്ടുള്ളത് അള്ളാഹു മാത്രമാണ്. ആ ഇലാഹായിട്ടുള്ളത് വെറും ഒരു ആരാധ്യൻ മാത്രമല്ല. റിസ്കിന്റെ കൂടി ഉലൂഹിയത്ത്, ആധിപത്യം. നിങ്ങൾ എത്ര ശ്രദ്ധയോടുകൂടിയിട്ട് നമ്മുടെ ഖാലിഖ്, നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹു ആണെന്ന് വിശ്വസിക്കുന്നുവോ? നമ്മൾ വഴിപാടുകൾ നടത്തേണ്ടത്, വഴിപ്പെടേണ്ടത് അള്ളാഹുവിനാണ് എന്ന് നിങ്ങൾക്ക് എത്ര ബോധ്യമുണ്ടോ, അത്ര ബോധ്യത്തോടുകൂടി തന്നെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലാ ഹുവ. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ റിസ്കിന്റെയും അനുഗ്രഹങ്ങളുടെയും ആധിപത്യം, ഉലൂഹിയത്ത് അള്ളാഹുവിന് മാത്രമാണ്. ഫഅന്നാ തുഅഫകൂൻ, എവിടെയാണ് നമുക്ക് വിസ്മൃതി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഫബിഅയ്യി ആലാഇ റബ്ബിക തതമാറാ, സൂറത്ത് നജ്മിൽ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ പലതും. ഇതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. നമ്മുടെ സമ്പത്തിനെ കുറിച്ച് അതിന്റെ മേന്മ കാണിക്കാൻ, മേനി കാണിക്കാൻ, നീയാണോ ഞാനാണോ കേമൻ, എനിക്കല്ലേ മഹിമയുള്ളത്, കുടുംബപരമായി തറവാട്ട് മഹിമയുള്ളത്, സാമ്പത്തികമായി ഔന്നിത്യമുള്ളത്, രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ ഞാനാണല്ലോ അംഗീകരിക്കപ്പെടുന്നത്. എൻ്റെ ഭൂസ്വത്തുക്കൾ, വിഭവങ്ങൾ, കാറ്, അതുപോലെ തന്നെ കുടുംബം, മക്കൾ, അവരുടെ ജോലികൾ, ഇങ്ങനെ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റുള്ളവരെ താരതമ്യം ചെയ്യുമ്പോൾ ഞാനാണ് കേമൻ എന്ന ഒരു മാറ്റുരക്കലുണ്ടല്ലോ, ഒരു താരതമ്യം ചെയ്യലുണ്ടല്ലോ. നമ്മളിങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കെ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, മനോഹരമായ ഒരു വർത്തമാനമാണ്. അള്ളാഹുവിന്റെ ഏതേത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ഓരോ അനുഗ്രഹങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും അത് എന്റേതാണ് എന്ന മേന്മ, മഹിമ, ആ ഊറ്റം കൊള്ളൽ, അള്ളാഹുവിനെ നിങ്ങൾ കളവാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു അങ്ങനെ കഴിവാക്കാൻ? സൂറത്തു റഹ്മാനിൽ ഏകദേശം 31 പ്രാവശ്യം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും വീണ്ടും ഓരോ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അതിൽ നമ്മൾ അള്ളാഹുവിനെ കളവാക്കുകയാണ്. നമ്മൾ സ്വയം അള്ളാഹുവിനെ പറ്റി നുണ പറയുകയാണ്. അത് എന്റേതാണ് എന്നിങ്ങനെ നുണ പറഞ്ഞ ഇങ്ങനെ കൊള്ളുന്നിടത്ത് വീണ്ടും ആ ദൈവാനുഗ്രഹത്തിന്റെ സ്മരണകൾ നമ്മളെ ഇങ്ങനെ തട്ടി ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആയത്ത് ഇങ്ങനെ കേട്ടപ്പോൾ ഇതില് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ, നിങ്ങൾ ഇരുവിഭാഗത്തിനും അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ കളവാക്കുകയാണോ എന്നാണ്. ഈ ഇരുവിഭാഗങ്ങൾ ആരൊക്കെയാണ്? മനുഷ്യരും ജിന്നുവർഗവും. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള 2 വിഭാഗങ്ങൾ. അപ്പൊ ഈ ആയത്ത് ഇങ്ങനെ കേൾക്കുമ്പോ ജിന്നുകൾ പറയുവത്രേ, ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദ്, റബ്ബേ ഞങ്ങൾ ഒരു അനുഗ്രഹവും നിഷേധിക്കുന്നില്ല, കളവാക്കുന്നില്ല കേട്ടോ. ഫലക്കൽ ഹംദ്, നിനക്കാണ് സർവസ്തുതിയും.
ഈ ഒരു നന്ദിബോധം നമുക്കും ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹവും ദാലിക ഫളലുല്ലാഹ്, ദാലിക ഫളലും മിനല്ലാഹ്, ഇതെല്ലാം തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അള്ളാഹു നമുക്ക് നൽകിയ ഔദാര്യമാണ്. വഖഫാ ബില്ലാഹി അലീമ, എല്ലാം അറിയുന്നവനായ അള്ളാഹു തന്നെ മതി. നമ്മൾ മറക്കുന്നിടത്തും അള്ളാഹു ഇത് നോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഞാൻ നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച്, നിങ്ങളത് ആസ്വദിക്കുന്നതിൻ്റെ ആ സ്റ്റേജിനെ കുറിച്ച്, സ്റ്റാറ്റസ്, ഇതൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളത് മറന്നുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 അനുഗ്രഹങ്ങളെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അർബഉം മിനസ് സആദതി, 4 സൗഭാഗ്യങ്ങൾ, ഒരു മനുഷ്യന് അല്ലാഹു നൽകിയ 4 സൗഭാഗ്യങ്ങൾ. അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഭാര്യ. വൽ മസ്കനുൽ വാസിഅ, വളരെ വിശാലമായ വീട്. വൽ ജാറുസ് സ്വാലിഹ്, വളരെ അടുത്ത സുഹൃത്തുക്കൾ. വൽ മർക്കബുൽ ഹനീ, സുഖകരമായ വാഹനം. അതായത് നമ്മുടെ എപ്പോഴും നിത്യ ജീവിത ശീലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇടപഴകുകയും നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയും നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ എപ്പോഴും കൂടെ നിഴലായി, തുണലായി, തണലായി നിലനിൽക്കുന്ന 4 അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹം, അള്ളാഹുവിന്റെ അനുഗ്രഹം ആസ്വദിക്കുന്നവരുണ്ടല്ലോ, അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹുവിന്റെ അനുഗ്രഹം അവരുടെ മേൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ആരുടെ കൂടെയാണ് എന്നാണെന്നാണോ? അള്ളാഹുവിന്റെ അനുഗ്രഹം ആസ്വദിക്കുന്നവർ അവർ ആരുടെ കൂടെയാണ് എന്നാണെന്നോ അള്ളാഹു നമ്മെ ഉണർത്തുന്നത്. അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ആരാണവർ? നബിമാർ, സിദ്ദീഖീങ്ങളായിട്ടുള്ളവർ, സത്യസന്ധന്മാർ. വശുഹദാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചവർ. വസ്സാലിഹീൻ, വളരെ സച്ചരിതരായി ജീവിക്കുന്നവർ. ഈ ഇക്കൂട്ടരുടെ കൂടെയാണ് ആരുള്ളത്? അള്ളാഹുവിന്റെ അനുഗ്രഹം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവർ. അപ്പൊ നമ്മളൊക്കെ ആരായിട്ടാണെന്നാണ് നമ്മുടെ സ്ഥാനവും പദവിയും. ഇപ്പൊ റസൂല് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, നമുക്ക് ലഭിച്ച വലിയ അനുഗ്രഹമാണ് നമ്മുടെ ഭാര്യ എന്ന് പറയുന്നത്, നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ സുഹൃത്തുക്കൾ. ഈ അനുഗ്രഹം ലഭിച്ചവർ ആരാണ് എന്നാണ് ഈ ആയത്തുമായി ബന്ധപ്പെടുത്തുമ്പോൾ മനസ്സിലാകുന്നത്. നബിമാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും ഒക്കെ കൂടെയാണ് എന്നാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞു വെച്ചത് നിങ്ങളെക്കുറിച്ചൊക്കെ ചില വർത്തമാനങ്ങൾ, സന്തോഷകരമായ ചില വർത്തമാനങ്ങൾ പങ്കുവെക്കാനുള്ള ആമുഖം മാത്രമാണ്. കുറച്ച് നാളായല്ലോ, ഒരു ഏകദേശം 2-3 വർഷത്തിലേറെയായി നിങ്ങളോടൊപ്പമൊക്കെ ഇടപഴകിയും കണ്ടും കേട്ടും സന്തോഷിച്ചൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൂടുക. അപ്പോൾ പല വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ 2 സുഹൃത്തുക്കൾ പറഞ്ഞു, ഖത്തീബ് സാഹിബ്, ഞങ്ങൾ 2 പുതിയ കാറ് വാങ്ങി, വാഹനം നല്ല കാറാണ് അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞു. ഈ കാറ് നിങ്ങൾ അറിയണം, നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ പരലോകത്ത് നമ്മുടെ ശ്രേഷ്ഠതയും പദവിയും ഉയരുമാറ് അത് നമുക്ക് മുതൽക്കൂട്ടായിട്ട് എന്തു മാറുമെന്നാണ്? നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം മാറുമെന്നാണ്. നമ്മുടെ ദിക്റുകൾ, സ്വലാത്തുകൾ, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ മാറും എന്നതുപോലെ തന്നെ അള്ളാഹു പഠിപ്പിക്കുകയാണ് ഈ വാഹനം, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം, ലിതസ്തൗ അലാ ളുഹൂരിഹി സുമ്മ തദ്കുറു നിഅമത റബ്ബിക്കും,
നിങ്ങൾ കയറി ഇരുന്നൊക്കെ യാത്ര ചെയ്യുന്ന ആ വാഹനമുണ്ടല്ലോ, അതിൽ നിങ്ങൾ കയറി ഇരുന്നിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇസ്തവൈത്തും അലൈഹി, നിങ്ങൾ അതിൽ കയറി ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരണം. എന്ത് ഓർമ്മ വരണം? സുബ്ഹാനല്ലദീ സഖറ ലനാ ലിഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ. എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും സ്വന്തമായിട്ട് വാഹനമുള്ളവരാണ്. ഇവിടെ നമ്മളൊക്കെ ഡ്രൈവ് ചെയ്യുന്നവരാണ്. നമ്മളിത് നിത്യശീലമാക്കിയിട്ട് മാറ്റണം. നമ്മൾ വാഹനത്തിലൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിടാറുണ്ടല്ലോ, ദാലിക ഫളലുല്ലാഹ്. ആ ആയത്തിനോട് കൂടി ചേർത്ത് വെച്ചിട്ട് പറയുന്ന മറ്റൊരു വർത്തമാനമുണ്ട്. ഇത് സുലൈമാൻ നബി അലൈഹിസ്സലാം അദ്ദേഹം പറഞ്ഞ അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങൾ ലഭിച്ചപ്പോൾ പറഞ്ഞൊരു വർത്തമാനമാണ്. നമ്മളത് ദാലിക ഫളലുല്ലാഹ് ഹാദാ മിൻ ഫളലി റബ്ബി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അറബി കാലിഗ്രാഫിയിൽ വണ്ടിയിലൊക്കെ ഇങ്ങനെ തൂക്കി ഹാങ് ചെയ്തിടാറുണ്ട്. അതിന്റെ ബാക്കിയും കൂടി ഉണ്ട്. ഹാദാ മിൻ ഫളലി റബ്ബി ലിയബ്ലുവനി അശ്കുറ അൻ അക്ഫുറ. നീ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ട് ഫഇന്നമാ യശ്കുർ ലിനഫ്സിഹി വമൻ ഗഫറ ഫഇന്നല്ലാഹ അലിയ്യുൻ കരീം. നീ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്ന് പരീക്ഷിച്ചറിയാൻ. നീ നന്ദി കാണിക്കുന്നില്ലെങ്കിൽ ഫഇന്നല്ലാഹ അലിയ്യുൻ കരീം, അല്ലാഹു ധന്യനാണ് കേട്ടോ. വളരെ വില കൂടിയ, കോടികൾ വിലമതിക്കുന്ന, വളരെ ഉയർന്ന പേരൊക്കെയുള്ള വലിയ വലിയ വാഹനങ്ങളുടെയൊക്കെ ഉടമയാണെങ്കിൽ പോലും നീ വിചാരിക്കുന്നുണ്ടാകും നീ വലിയ ധന്യനാണ് എന്ന്. പക്ഷെ അതിനേക്കാൾ വലിയ ധന്യനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. നിന്റെ ധന്യതയിൽ നീ കാശ് കൊടുത്ത് സമ്പത്ത് കൊടുത്ത വാഹനങ്ങൾ നീ ഉപയോഗിക്കുമ്പോഴും നീ പറയണം സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ. എനിക്ക് ഈ വാഹനത്തെ കീഴ്പ്പെടുത്തി തന്ന നാഥ, നീ പരിശുദ്ധനാണ്. നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. കാരണം ഇതെന്റെ പരലോകത്തേക്കുള്ള മുതൽക്കൂട്ടാണ് ഈ വാഹനം എന്ന് പറയുന്നത്. അപ്പൊ ആ വാഹനവും ഞാനും തമ്മിലുള്ള ബന്ധം എൻ്റെ വിശുദ്ധിയുടെ ബന്ധമായിരിക്കണം. അള്ളാഹുവെ പുകഴ്ത്തുമ്പോൾ, അള്ളാഹുവെ പരിശുദ്ധപ്പെടുത്തുമ്പോൾ, എവിടെ തൊട്ടിട്ടാണ് ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നത്? നമ്മൾ നമസ്കരിക്കുമ്പോൾ ആരാധനയാണല്ലോ. അവിടെ റുക്കുവയിൽ എന്താ പറയുന്ന? സുബ്ഹാന റബ്ബിയൽ അളീം. നമ്മൾ സുജൂദിൽ കിടക്കുമ്പോൾ എന്താ പറയണ? സുബ്ഹാനല്ലാഹ്. ഈ ആരാധന കൊണ്ട് ഞാൻ വിശുദ്ധനായിരിക്കുന്നു. ഏതൊരു വിശുദ്ധനെയാണോ സാക്ഷ്യപ്പെടുത്തുന്നത് അതിന് ഞാൻ അർഹനാണ് റബ്ബേ എന്നാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? വിശുദ്ധനായ ഒരു അള്ളാഹുവിനെ, പരിശുദ്ധനായ അള്ളാഹുവിനെ ഞാൻ മഹത്വപ്പെടുത്തുമ്പോൾ അത് പറയാനുള്ള യോഗ്യത എൻ്റെ നമസ്കാരം കൊണ്ട് ഞാൻ ബോധ്യപ്പെടുത്തുന്നുണ്ടോ? എൻ്റെ ഈ വാഹനത്തിൽ കയറിയിരുന്നിട്ട് ഞാൻ പറയുന്നത് എന്താണ്? സുബ്ഹാനല്ലദീ സഖറ ലനാ ലിഹാദാ. നിന്റെ ഈ അനുഗ്രഹം ഉപയോഗിക്കാൻ, ഈ വാഹനം ഉപയോഗിക്കാൻ ഞാൻ യോഗ്യനാണ്. ഞാൻ അധർമ്മിയല്ല, അക്രമിയല്ല, തെറ്റായ മാർഗത്തിലൂടെ സമ്പാദിച്ചതല്ല ഞാൻ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? എത്ര അർത്ഥവിശാലമായിട്ടാണ് സുബ്ഹാൻ. ഇൻഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നത് വേറെ തന്നെ ഒരു ഖുത്ബയായിട്ട് പറയേണ്ടതുണ്ട്. നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അതിനുള്ള ക്വാളിറ്റി നമുക്കുണ്ടാകണം. അത് ആരാധനാ കാര്യത്തിലായാലും നമ്മുടെ ഭൗതികമായ കാര്യത്തിലായാലും. എന്നിട്ട് എന്താ പറയുന്നത്? വമാ കുന്നാ ലഹു മുഖരിനീൻ. നീ അനുഗ്രഹിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്കിത് കഴിയില്ലായിരുന്നു റബ്ബേ. വഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ. ഞാൻ നിന്നിലേക്കാണ് മടങ്ങി വരുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം എന്തുമാത്രം സൗകര്യങ്ങളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മക്കളോട് പറയാറില്ല, കൊച്ചു മക്കളോട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തുണ്ടല്ല, ഞങ്ങളുടെ ബാപ്പ തലച്ചുമടുമായിട്ട് സാധനങ്ങൾ കൊണ്ട് നടന്ന് വിറ്റിട്ടാണ് 2-3 കിലോമീറ്റർ കണക്കിന് ഇവിടുന്ന് കാസർഗോഡേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് 10-15 നാഴിക നടന്നു പോയിട്ടാണ് എന്ത് ചെയ്യുക? സാധനങ്ങൾ വിൽക്കുക. അതും ചിലപ്പോൾ ഒരു ദിവസത്തിൽ 1-2 പ്രാവശ്യം പോകും. ഇത് കേൾക്കുമ്പോൾ കൊച്ചു ചോദിക്കണം, എന്താ പറയാ?
ഇപ്പോൾ ഉള്ള ഈ കുട്ടി ചോദിക്കുക, എന്താ ബാപ്പ എന്തൊരു മണ്ടനാണ് നിങ്ങളുടെ ബാപ്പ, ബസ്സിന് കയറി പോയാൽ പോരായിരുന്നു. കാരണം ഈ മോന് അതേ അറിയൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി? പഴയൊരു അസൗകര്യങ്ങളുടെ, സൗകര്യമില്ലായ്മയുടെ, പ്രയാസത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ, ത്യാഗത്തിന്റെ ഒരു പഴയ ചരിത്രം നമ്മുടെ മക്കൾക്കറിയില്ല. അവര് കണ്ടേക്കണത് അവരുടെ ബാപ്പമാര് കാറിൽ 2-3 കാറ്, ബാപ്പാക്കൊരു കാറ്, ഉമ്മാക്കൊരു കാറ്, സഹോദരങ്ങൾക്കൊരു കാറ്, ഇല്ലേ? ഓരോ വീട്ടിലും 3-4 കാറോ ബൈക്കും ഉള്ളിടത്ത് പഴയ ബാപ്പ നടന്നുപോയി എന്ന് പറഞ്ഞാൽ ബസ്സില്ലാഞ്ഞിട്ടാണ് നടന്നുപോയത് എന്ന് ഈ കൊച്ചുമകൻ അറിയുകയില്ല. അങ്ങനെ എത്ര കഷ്ടപ്പാടുകളിൽ വളർത്തി വലുതാക്കിയ ഞാനാണിപ്പോൾ ഇത്രയധികം സൗകര്യങ്ങളുടെ ഉടമയായിട്ട് മാറിയിട്ടുള്ളത്. ഇന്നും വാഹനങ്ങളില്ലാത്ത പ്രദേശങ്ങളില്ലേ? മൃതശരീരങ്ങളൊക്കെ തലച്ചുമടായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ട് പത്രത്തിലൊക്കെ വായിക്കാറില്ലേ? ചില ഉത്തരേന്ത്യൻ പ്രദേശങ്ങൾ, നമ്മുടെ തന്നെ ചില വനമേഖലകളിൽ നിന്നൊക്കെ എത്ര പ്രയാസപ്പെട്ടിരുന്നു. നമ്മളിതൊരിക്കലും വിസ്മരിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് വളരെ വിശദമായി പറയേണ്ടുന്ന ഒരു വിഷയമാണ്. ഈ ട്രാഫിക് റൂളുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നമ്മുടെ ഒരു പണ്ഡിതൻ 600 പേജ് വരുന്ന ഒരു തിസീസ് അദ്ദേഹം എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഹദീസിന്റെയും ഖുർആനിന്റെയും വെളിച്ചത്തിൽ. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് ഞാൻ വിശദീകരിക്കാം. അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് വാഹനം എന്ന് പറയുന്നത്. ഈ ഒരു നന്ദി ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. രണ്ടാമത്തൊന്ന് സംഗതി, മർഅത്തുൻ സ്വാലിഹ, സ്വാലിഹത്തായ ഭാര്യമാർ. അപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മുടെ സെക്രട്ടറി സാഹിബിന്റെ 2 ആൺമക്കൾ വിവാഹിതരായി. നമ്മുടെ ഇവിടുത്തെ സഹകരണ ആശുപത്രിയിൽ ഇവിടെ സ്ഥിരം ജുമയുടെ ശ്രോതാവായ നമ്മുടെ ഒരു ഡോക്ടർ സുഹൃത്ത് വിവാഹിതരായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പല സഹോദരന്മാരും സഹോദരിമാരൊക്കെ വിവാഹിതരായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാം എത്ര മർമ്മത്തിൽ കൈവച്ചിട്ടാണ് ആ വിഷയം പറഞ്ഞെന്നറിയോ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ. ഞാൻ പുരുഷന്മാരുടെ ഭാഗത്ത് നിന്നിട്ട് സംസാരിക്കും. ആരാണ് ഭാര്യമാർ? നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരേണ്ടവർ അല്ലേ? നമ്മുടെ സേവകർ എന്നൊരു മനസ്സാണ് പലപ്പോഴും നമുക്ക്. ഖുർആൻ അത് തിരുത്തുകയാണ്. നിങ്ങളുടെ സമാധാനത്തിന്റെ ഉറവിടമാണ് നിങ്ങളുടെ പങ്കാളി. അൽ മർഅത്തുൻ സ്വാലിഹ, പച്ചയിലെ ഇത് കണ്ടിട്ടില്ല? എന്താണ് മറ്റേ മോശപ്പെട്ട ഒരു അവസ്ഥയെ കുറിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ. നമ്മുടെ സൗന്ദര്യങ്ങൾ, നമ്മുടെ സമ്പത്ത്, ഇതിനേക്കാളൊക്കെ അപ്പുറം ലിതസ്കുനു ഇലൈഹ, നമ്മുടെ ഭാര്യമാർ നമ്മുടെ സമാധാനത്തിന്റെ ഉറവിടമായിട്ട് മാറണം. വളരെ വിശദമായിട്ട് പല സന്ദർഭങ്ങളിൽ ഈ മിമ്പറിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. മലയാളത്തിലൊരു പാട്ടുണ്ടല്ലോ, ഞാനത് മാത്രം പറയണം അല്ലെ? പൂമുഖ വാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂത്തിങ്കളാണ് ഭാര്യ, അതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ പാട്ട് പാടാൻ അറിയില്ല, ഇവിടെ പാടാൻ പറ്റുന്ന സന്ദർഭവുമല്ല. പക്ഷെ അതിലെ വരികൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് വേറൊരു കാര്യം പറയാനാണ് ഇല്ലേ? ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ, എത്ര തെളിഞ്ഞാലും എണ്ണ പറ്റാത്ത വിളക്കാണ് ഭാര്യ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മന്ദസ്മിതങ്ങളാൽ നീറും മനസ്സിന് ചന്ദനം ചാർത്തും ഭാര്യ. അതങ്ങനെ വലിയ പാട്ടാണ്. നിങ്ങൾ പാടിയെടുത്ത് യൂട്യൂബിലേക്ക് എടുത്ത് നോക്കിക്കോ. അപ്പൊ ഞാനിത് എവിടെയോ വായിച്ചത് ഓർക്കുന്നു. ഇത് ഏതോ ഒരു അറബി ഗാനത്തിന്റെ അതിൽ നിന്നുണ്ടായ അതിൻ്റെ ഒരു സ്വാധീനം ഇവിടുത്തെ മലയാള ഗാനരചയിതാവിനെ സ്വാധീനിച്ചതാണെന്നാണ്. അപ്പൊ ഞാനിങ്ങനെ ഹുത്തുബക്ക് റെഫറൻസ് ചെയ്യുമ്പോൾ ചാറ്റ് GPT എടുത്ത് ഇത് പ്രാമാണികമായിട്ട് ഉദ്ധരിക്കണമല്ലോ നിങ്ങളുടെ മുമ്പിൽ. ചാറ്റ് GPT ചോദിച്ചു, ഇങ്ങനെ എന്താണ് സംഭവം, ഇതൊരു മുസ്ലിം അറബി ഗാനമാണ്, അത് മലയാളത്തിലേക്ക് മാറ്റിയതാണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അറിയില്ല, പക്ഷേ കുടുംബ ബന്ധങ്ങളിൽ ഭാര്യ ഭർത്താക്കളുമായൊക്കെ ബന്ധപ്പെട്ട് മുസ്ലിം സമുദായം കാണുന്ന പ്രാധാന്യം, ആ ഒരു അർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഗാനങ്ങൾ അറബിയിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്തരം വരികൾ എഴുതാൻ ആർക്കേ കഴിയൂ? നമുക്കേ കഴിയൂ എന്നാണ്. പറയാതെ ഈ പറഞ്ഞ സാധനം ചാറ്റ് GPT
എന്ന് പറയുന്ന നൂതന സംവിധാനങ്ങൾ സമ്മതിക്കുകയാണ്. അതിൻ്റെ പാട്ടും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഭാര്യാഭർത്തൃ ബന്ധം വമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അള്ളാഹു ഉണ്ട് എന്ന് ബോധ്യപ്പെടാൻ ഈ പ്രപഞ്ചം, ഈ ആകാശം, ഈ ഭൂമി വിശുദ്ധ ഖുർആൻ പോലെ തന്നെ ബോധ്യപ്പെടേണ്ടതാണ്. എന്ത്? നമ്മിൽ നിന്ന് തന്നെ, വേറൊരു വിഭാഗമല്ല ഭാര്യമാർ, നമ്മുടെ പെണ്ണുങ്ങൾ നമ്മിൽ നിന്ന് തന്നെ. അപ്പൊ നമ്മുടെ ന്യൂനതയും കുറവും ഒക്കെ ആ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകും. ഇത് കണ്ട് പൊരുത്തപ്പെടാൻ കഴിയണം. എന്തിന്? ലിതസ്കുനു ഇലൈഹ, നമുക്ക് സമാധാനത്തിന്റെ ഉറവിടം കണ്ടെത്താൻ. ഇങ്ങനെ പറയുന്ന ഈ പെണ്ണുങ്ങൾ ആരാണ്? അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. മറ്റൊന്ന് വിശാലമായ വീടാണ്. നമ്മൾ പല വീടുകളിലും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും പോകണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾക്ക് അല്ലാഹു നൽകിയ വളരെ വിശാലമായ വീട്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതിക്കും സകന, മസ്കൻ എന്ന് പറഞ്ഞാൽ അതും സമാധാനഗേഹമാണ്. വീട്ടിൽ വന്നു കയറുമ്പോൾ നമുക്ക് സമാധാനം ലഭിക്കണം. അപ്പോൾ വളരെ ആഴ്ചയിൽ ഒരു ദിവസം തന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഞാൻ ഇങ്ങനെ നോക്കുന്നു. 2:45 ട്രെയിനിൽ കയറി എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിൽ ചെല്ലണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും തന്നെ നമുക്ക് വളരെ ഗുണകരമായ, ഒരുപക്ഷെ സാമ്പത്തികമായൊക്കെ വളരെ മെച്ചമുള്ള പണിക്ക് പോയാലും നമ്മുടെ വീട് ചെറുതാണെങ്കിലും അസൗകര്യങ്ങളുള്ളതാണെങ്കിലും ആ വീട്ടിലേക്ക് തിരിച്ചെത്തണമെന്നൊരു വെമ്പലില്ലേ? ഇത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹമാണ്. നമ്മുടെ വീട് എന്നതാണ് ഒരു പക്ഷേ പ്രവാസികളായ എൻ്റെ സഹോദരന്മാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാകും. നമ്മുടെ മനസ്സിൻ്റെ ഒരു തേങ്ങലാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ ചെന്നണയണം. അവിടെ എനിക്ക് എന്ത് ലഭിക്കണം? എനിക്ക് സമാധാനം ലഭിക്കണം. നമുക്ക് അല്ലാഹു ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ വീട്, നമ്മുടെ ഭാര്യമാർ, ഒന്ന് സക്കീനത്താണ്, മറ്റൊന്ന് സമാധാനമാണ്, മസ്കനാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന് അവസാനമായിട്ട് സമയത്തിൻ്റെ പരിമിതി വെച്ചുകൊണ്ട് സൂചനകൾ മാത്രം പറയുകയാണ്. മറ്റൊന്ന് അൽ ജാറു സ്വാലിഹ്, നല്ല സുഹൃത്തുക്കൾ. നാളെ പരലോകത്ത് വെച്ചിട്ട് അള്ളാഹു വിളിക്കും, അയിന മുതഹാബൂന ബിജലാലി, എൻ്റെ മഹത്വത്തിൻ്റെ പേരിൽ സ്നേഹിച്ചവരെവിടെ? നമ്മളിവിടെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഏതർത്ഥത്തിലാണ്? നമ്മുടെ നേരം പോക്കുകൾക്ക്, നമ്മുടെ അധാർമികമായ പല കാര്യങ്ങൾക്കുമാണല്ലേ നമ്മൾ കൂട്ടുകൂടാറുള്ളത്. പ്രത്യേകിച്ച് ജനുവരി 1 അല്ലെ, സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് നടത്തിയ ആഭാസങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആഘോഷവേളകളിൽ കൂട്ടും കൂടിയിട്ട് നടത്തുന്ന തെറ്റായ കർമ്മങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കൂട്ടുകൂടൽ നന്മക്ക് വേണ്ടിയിട്ടാണെങ്കിലോ, ധർമ്മക്കും സത്യത്തിനും വേണ്ടിയിട്ടാണെങ്കിലോ, അള്ളാഹുവിന്റെ മാർഗത്തിലാണെങ്കിലോ, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മാർഗത്തിലാണെന്നാണ്. കൂട്ടുകാരനെ കണ്ടാൽ മതി എന്നാ. കൂട്ടുകാരൻ കണ്ണാടി പോലെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തൻ്റെ എല്ലാ ന്യൂനതകളും തിരുത്തി തരുന്ന കണ്ണാടി പോലെ. കണ്ണാടിയിൽ നോക്കുമ്പോൾ എല്ലാ ന്യൂനതയും കാണും. ഇതുപോലെയായി മാറണം കൂട്ടുകാർ. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമുൻ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. നാളെ പരലോകത്ത് വെച്ചിട്ട് യാതൊരു തണലുമില്ലാതെ ചുട്ടുപഴുത്ത മഹശറയുടെ സന്ദർഭത്തിൽ 7 പേർക്ക് അല്ലാഹു തണല് നൽകുന്ന കൂട്ടത്തിൽ ഒരു കൂട്ടരാരാണെന്നോ? റജുലുൻ തഹാബാ ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൂട്ടുകൂടിയവരെ സംബന്ധിച്ച്. ഒറ്റ ഹദീസ് കൂടെ സൂചിപ്പിച്ചിട്ട് ആ വിഷയവും അവസാനിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഖീല യാ റസൂലല്ലാഹ് അയ്യു ജുലുസാഇനാ ഖൈറുൻ, ഉത്തമ സുഹൃത്ത് ആരാണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ദക്കറകും ബില്ലാഹി യുർദിയതുഹു, തന്റെ കൂട്ടുകാരനെ കാണുമ്പോ അള്ളാഹനെ ഓർമ്മ വരണമെന്നാ. പണ്ടാരോ പറഞ്ഞില്ലേ, കൂട്ടുകാരൊക്കെ എന്നെ ദൈവത്തെ പോലെയാണ് കാണുന്നതെന്നാണ് പറഞ്ഞത്. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ അവര് എന്നെ കാണുമ്പോഴൊക്കെ ദൈവമേ നീ പിന്നെയും വന്നോ എന്ന് ചോദിക്കും. നമ്മളൊക്കെ ചോദിക്കാറ്, ദൈവമേ നീ പിന്നെയും. എന്താ? അവന്റെ ഷെറ് കാരണം, ഉപദ്രവം കാരണം അവനെ കാണുമ്പോൾ ചോദിക്കണം, ദൈവമേ നീ പിന്നെയും വന്നു. ഇവനെന്താ മനസ്സിലാക്കിയത്?
എന്നെ ദൈവത്തെ പോലെയാണ് കൂട്ടുകാർ കാണണത്. ആ ഒരു അർത്ഥത്തിലല്ല. നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മളെ കാണുമ്പോൾ അള്ളാഹുവിന് ഓർമ്മ വരണം. അത്രക്ക് തങ്കപ്പെട്ട സ്വഭാവമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെട്ടിട്ടുള്ളത് എവിടെയാണ്? നമ്മുടെ സുഹൃത്തുക്കളാലല്ല. ആത്മബന്ധങ്ങൾ പലപ്പോഴും നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾക്ക്, നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് ഒക്കെ ഉണ്ടാക്കുവാൻ കാരണമാകാറുണ്ട്. പക്ഷെ പിന്നീട് അത് ചതിയുടെയും വഞ്ചനയുടെയും മാർഗത്തിലേക്ക് പോകുന്നുവെങ്കിൽ, കൂട്ടുകാരാൽ ചതിക്കപ്പെടുന്നത്, കൂട്ടിന്റെയും സ്നേഹത്തിന്റെ പേരിന്റെയും ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ ബന്ധങ്ങൾ ശിഥിലമായി പോകുന്നുവെങ്കിൽ, അങ്ങനെയല്ല. കൂട്ടുകാരനെ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്ന തരത്തിലേക്ക് ഒരു ബന്ധമാക്കി മാറ്റാൻ. കൂട്ടുകാരുമായിട്ടുള്ള സംസാരങ്ങൾ നമ്മുടെ വൈജ്ഞാനികമായ ദീനീപരമായ ഒരു പുരോഗതി വർധനമുണ്ടാക്കുവാൻ. നമ്മുടെ കൂട്ടുകൂടിയിട്ടുള്ള പല വർത്തമാനങ്ങളും പാഴ്വേലയായിട്ട്, നേരം കൊല്ലികളായിട്ട്, അധർമ്മത്തിന്റെയും അനാശാസത്തിന്റെയും വർത്തമാനങ്ങളാകുന്നിടത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ കൂട്ടുകാരൻ അവന്റെ ഇസ്ലാമികമായ പുരോഗതിക്ക് ഗുണകരമായി മാറുക എന്നുള്ളതാണ്. വദക്കറകും ബിൽ ആഖിറതി അമലുഹു. കൂട്ടുകാരന്റെ പ്രവൃത്തി അവരെ പരലോകം ഓർമ്മപ്പെടുത്തണം. അത്രക്ക് മാതൃകയായിരിക്കണം. എന്തുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ നടക്കുന്നു? നാളെ അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. അവൻ അവന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നവനായിരിക്കും. ഇൻഷാ അള്ളാഹ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അള്ളാഹു നമുക്ക് നൽകിയ 4 അനുഗ്രഹങ്ങൾ, ഈ ഓരോ അനുഗ്രഹത്തെയും പ്രത്യേകം പ്രത്യേകം ടൈറ്റിലിൽ നിന്നുകൊണ്ട് ഖുത്ബ പറയേണ്ടതുണ്ട്. ഇൻഷാ അള്ളാഹ് പിന്നീട് സൗകര്യം പോലെ അതാവുകയും നടത്തുകയും ചെയ്യും. ഒരു ഔട്ട്ലൈൻ മാത്രം, നമ്മൾ എപ്പോഴും ഇടപഴകുന്ന, ബന്ധപ്പെടുന്ന 4 മേഖലകളെ കുറിച്ച് നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അള്ളാഹുവോട് നന്ദിയുള്ളവരായി മാറുവാൻ നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, വീടുകളൊക്കെ ഒന്ന് സന്ദർശിക്കാന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു ഹൃദ്യമായ ഒരു അനുഭൂതി. വളരെ അടുത്തവർ, ബന്ധുക്കൾ പോലും ഒരുപാട് നാളുകളായിട്ട് ബന്ധങ്ങൾ അകന്നു നിൽക്കുന്നുവെങ്കിൽ അതുണ്ടാക്കുന്ന ആ വിള്ളൽ, ഇതിനൊക്കെ എത്ര പരിഹാരമാണ്. സന്തോഷവേളയിലായാലും ദുഃഖവേളയിലായാലും പരസ്പരം ചേർത്ത് പിടിക്കാൻ, നല്ലത് പറയാൻ, ഈ ഒരു അർത്ഥത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ഓർത്തോർത്ത് നന്ദി ചെയ്യാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. നമ്മുടെ ഇത്തരത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിനെ ഓർക്കാൻ, അവന്റെ മാർഗത്തിൽ നിലകൊള്ളാൻ, അവന്റെ പ്രതിഫലം നേടിയെടുക്കാനുള്ള വിഭവങ്ങൾ അള്ളാഹുവിന്റെ റിസ്ക്കായി മാറട്ടെ എന്നതാണ് പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിലെ എപ്പോഴുമുള്ള പ്രാർത്ഥനയായിട്ട് അത് മാറണം. ജീവിതം കൊണ്ടത് സാക്ഷ്യപ്പെടുത്തണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം.